2016 മുതൽ കേരള നിയമസഭയിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയതാണ്. 2021 വന്ന ഗവൺമെൻറ് മുന്നിലും ഞാനും സിദ്ദീഖ് MLAയും ഒരുമിച്ച് ഈ വിഷയങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല കോഴിക്കോട് DDCയിലും വയനാട് DDCയിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഈ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു, ആംബുലൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു, ചരക്ക് ലോറികളുടെ എണ്ണം വർദ്ധിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഗവൺമെൻറ്റിന് വളരെ എളുപ്പ പരിഹാരം കാണാൻ കഴിയും. കാരണം ഗവൺമെൻറ് അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കാരണം ഇവിടെ കോഴിക്കോടിൻ്റെ ചാർജുള്ള മന്ത്രി ആരാ? PWD വകുപ്പ് മന്ത്രിയാ. വയനാടിൻ്റെ ചാർജുള്ള മന്ത്രി OR കേളു. രണ്ട് ജില്ലാ കലക്ടർമാരെ ഏകോപിപ്പിച്ചുകൊണ്ട് മന്ത്രിമാർ തമ്മിൽ MLAമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു. ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ചരക്ക് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, ഗുണ്ടിൽപേട്ട് നിയന്ത്രിക്കാൻ കഴിയും, ബാബിലിൽ നിയന്ത്രിക്കാൻ കഴിയും, മാനന്തവാടി വരുന്ന വഴിക്ക് കൽപ്പറ്റ വഴി നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ ആംബുലൻസുകളെ കടത്തിവിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതൊന്നുമില്ല. ഒരു തികച്ചും പരാജയമാണ്. ജനവികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതുവരെ സമരം ചെയ്തിട്ടില്ലല്ലോ. ജനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അതീതമായി, ജാതി മതത്തിൻ്റെ അതീതമായി ജനങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നത്. കാരണം ചുരത്തിൽ വീർപ്പ് മുട്ടുകയാണ്. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ ഈ കളക്ടറേറ്റ് പടിക്കൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് പടിക്ക് മുതൽ കേരള നിയമസഭയുടെ ഉള്ളിലോട്ട് അകത്തോട്ട് ഈ സമരം ഞങ്ങൾ കൊണ്ടുപോകും. അതിനു വേണ്ടിയുള്ള തുടക്കമാണിന്ന്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണിത്, ജനകീയ സമരമാണിത്. ഈ സമരം വിജയത്തിന്റെ പാത വരെ ഞങ്ങൾ സമരം ചെയ്യും.